ഈ വേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന മുറൻമോർ ഡോക്ടർ സാമുവൽ തിയോഫിലസ് മെട്രോപൊലിത്ത തിരുമേൻ, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ ഇവിടെ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. ഇന്ന് രാവിലെയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുവാൻ ഭാഗ്യമുണ്ടായി. വീണ്ടും ഈ വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനായി നിൽക്കുന്ന സമയത്ത് അത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഗൈതവമായ കടപ്പാടായി ഞാൻ കരുതുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ സാധാരണക്കാരായ ആളുകളെ, നരാധമന്മാരായ രുധിരദാഹികളായ ആളുകൾ വെടിയുണ്ടകൾ കൊണ്ട് പിച്ച് ചിന്തിയ ഒരു സാഹചര്യം. രാജ്യം വളരെ വേദനയോടുകൂടി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും കടന്നുപോകുന്നത്. ഈ സമ്മേളനത്തിലെത്തിയിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും മനസ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ ശിരസ്കരാകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഞാനും അതിനോട് പങ്കുചേരുന്നു. ഈ വലുതാകുന്നത് ചെറുതാകുന്നത് കൊണ്ടാണെന്ന് പറയും. മഹാന്മാരെക്കുറിച്ചാണ് നമ്മളെപ്പോഴും അങ്ങനെ പറയുന്നത്. ഒരു മഹാസഭയുടെ ആഗോള തലത്തിലുള്ള പരമാധ്യക്ഷനായിരിക്കുകയും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ നമ്മളുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി, വളരെ വലുതായിരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ചെറുതാകുകയും ചെയ്തൊരു വ്യക്തി. അങ്ങനെയാണ് ഏറ്റവും ബഹുമാന്യനായ യൂഹന്നോൻ തിരുമേനിയെ എനിക്ക് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ കാര്യവും അതിൽ നിന്നും വ്യത്യസ്തമല്ല. നമുക്കറിയാം, ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ ആ വിയോഗ സമയത്താണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം ആ പ്രസ്ഥാനം നേരിടുന്നത്. 1999 ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന നവജ്യോതി ശ്രീ കരുണാകര ഗുരു നമ്മൾ വിയോഗത്തെ ആദിസങ്കല്പത്തിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. ആദിസങ്കല്പത്തിൽ ലയിച്ചു. വളരെ അപ്രതീക്ഷിതമായ ഒരു വിയോഗമായിരുന്നു ഗുരുവിൻ്റേത്. 72 വയസ്സുള്ളപ്പോഴാണ് ഗുരു ശാരീരികമായ വിയോഗമുണ്ടായത്. ആ സമയത്ത് ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആശ്രമ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ, ഒരു സന്യാസി പോലും അല്ലാതിരുന്ന ഒരു സമയമാണപ്പോൾ. ബ്രഹ്മചാരി എന്ന് പറയും, സന്യാസത്തിന് മുമ്പുള്ള കാലം. അന്ന് ഞാൻ നോക്കിക്കണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം വലിയ വലിയ വെല്ലുവിളിയുടെയാണ് കടന്നുപോയത്. അവിടെ അടുത്ത ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയം. പക്ഷേ അത് ആശ്രമം അതിജീവിച്ചു. അതിനുശേഷം പിന്നെ അതുപോലൊരു അനുഭവം എനിക്കുണ്ടായത്, കാരണം ഞാൻ ഈ സഭയോട് മറ്റ് സഭകളെക്കാൾ ഉപരിയായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും ഇവിടെ ഏറ്റവും അഭിവന്ദ്യനായ യൂഹന്നോൻ തിരുമേനി വളരെ ആകസ്മികമായി നമ്മളോട് വിട പറയുന്ന സമയത്ത് ഈ പ്രസ്ഥാനം എന്തായി തീരുമെന്ന് ലോകം വളരെ സംശയത്തോടുകൂടി നോക്കിയിരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള അനിശ്ചിതത്വത്തിനും ഇട നൽകാതെ, യാതൊരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇടം കൊടുക്കാതെ ഇവിടെ
ദൈവത്തിൻ്റെ നിയോഗപ്രകാരം പുതിയ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. യോഹന്നാൻ തിരുമേനി മുന്നോട്ട് വെച്ച മാനുഷിക, മാനവിക, ദൈവിക മൂല്യങ്ങളെ അടുത്ത കാലത്തേക്ക് കടത്തിക്കൊണ്ടുപോകുവാൻ പര്യാപ്തമായ നിലയിലുള്ള ആത്മീയ കുസുമങ്ങൾ, അതിൻ്റെ സുഗന്ധങ്ങൾ, അത് തിരുമേനി തന്നെ വളർത്തിയ ആളുകൾ, അതിൽ ഏറ്റവും പ്രമുഖനായി നമ്മുടെ മുമ്പിലേക്ക് ദൈവം അയച്ചിരിക്കുന്ന ഡോക്ടർ സാമുവൽ തിയോഫിലോസ് മെത്രോപ്പൊലീത്ത തിരുമേനി, അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ്, ആകാംക്ഷയോടുകൂടിയാണ്, പ്രത്യാശയോടുകൂടിയാണ് രാജ്യത്തിന്റെ ആത്മീയ സമൂഹം യഥാർത്ഥത്തിൽ കാണുന്നു. കാലം ചെയ്തു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. എവിടെ നിന്നോ വന്ന് ദൈവത്തിന്റെ ഇച്ഛകൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ഉപകരണമായി തീർന്ന് തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തിച്ച് തന്റെ കാലം, ആ ദൗത്യം വളരെ സാർത്ഥകമായി പൂർത്തീകരിച്ച് തന്റെ കാലശേഷം ഈ സഭയെ ഏറ്റവും ശക്തമായ കരങ്ങളിലേൽപ്പിച്ച് കടന്നുപോകുന്ന ഒരു ദൈവ മനുഷ്യൻ, ആ മഹാമനീഷിയുടെ നമ്മുടെയൊക്കെ സ്മൃതിപഥത്തിൽ മധുര സ്മരണകൾ തിരതെല്ലിക്കുന്ന ഒരു കാര്യമായി, ഒരു പ്രാർത്ഥനയായി നമ്മളിവിടെ അനുസ്മരണം നടത്തുമ്പോൾ അതിന് സാക്ഷിയാകുന്നത് രാജ്യത്തുടനീളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സഭയുടെ ഏറ്റവും പ്രധാനികളായ വൈദിക ശ്രേഷ്ഠന്മാരും അതുപോലെ ആത്മീയ പുരുഷന്മാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ രാജ്യത്തിന്റെ പൊതുസമൂഹവും ഒരു ഗുരുവിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയായിട്ടാണ് ഈ അവസരത്തെ ഞങ്ങളൊക്കെ കാണുന്നത്. ഞാൻ രാവിലെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ചെറിയ വാക്കുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാലത്ത് കേരളം കേട്ടതൊരു ബൈബിൾ പ്രഭാഷണമായിരുന്നില്ല. നാട്ടിലും വീട്ടിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഏച്ചുകെട്ടലുകളില്ലാതെ, ആലങ്കാരികതകളില്ലാതെ, വളച്ചൊടിപ്പുകളില്ലാതെ, പൊടിപ്പും തൊങ്ങലുമൊന്നുമില്ലാതെ, സാഹിത്യത്തിന്റെ മേൻപൊടി ചേർക്കാതെ സാധാരണക്കാരന്റെ ഭാഷയിൽ ജനങ്ങളോട് യോഹന്നാൻ തിരുമേനി സംസാരിച്ചപ്പോൾ അത് ശ്രോതാക്കളായിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, സാധാരണക്കാരായ ആളുകളുമായി ഒരിക്കലും ഇഴപിരിയാത്ത വൈകാരിക ബന്ധം സ്ഥാപിക്കുവാനാണ് അതുകൊണ്ട് സാധിച്ചത്. ഒരു ആത്മീയ പുരുഷൻ സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു കുടുംബത്തിലെ മുതിർന്ന കാരണവർ സംസാരിക്കുന്നത് പോലെ അദ്ദേഹം റേഡിയോയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ജനങ്ങളോട് സംസാരിച്ചു. പ്രഭാഷണം അവസാനിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറയുമായിരുന്നു. ആത്മീയ യാത്ര, മഞ്ഞാടി PO തിരുവല്ല. പ്രഭാഷണത്തിന് ശേഷം നമ്മളെല്ലാവരും പറഞ്ഞുകേട്ട ആ വിലാസം ലോകത്തിന്റെ ആത്മീയതയുടെ കൊടിയടയാളമായി പിന്നീട് ഒരു കാലഘട്ടത്തിൽ മാറി. ഒരുപാട് പേരുടെ, ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാരായ ആളുകൾ, എത്ര വിപുലമാണ് ഈ സഭ! ഇത്രയും ആളുകളെ ആത്മീയതയുടെ നിസ്വാർത്ഥമായ ലോകത്തേക്ക് ഒരാൾക്ക് കടത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആത്മീയതയിൽ നിന്നും ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ആളുകൾ, പുറകോട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മീയതയാണ് എല്ലാമെന്ന് സ്വയം പ്രചോദിതമായി ആളുകൾ ഒരു സഭയെയും ജനങ്ങളെയും ശുശ്രൂഷിക്കുവാൻ മുന്നോട്ട് വരുമ്പോൾ അത് അതിന്റെ സ്ഥാപകന്റെ വാക്കുകൾ ഹൃദയ അഗാധതകളിൽ പ്രചോദനവും വിപ്ലവവും സൃഷ്ടിച്ചതിന്റെ ബാക്കി പത്രമാണ്. ഒരുപാട് പേരുടെ ജീവിതത്തിലെ മാറ്റിമറിച്ച ശബ്ദവിപ്ലവമായിരുന്നു തിരുമേനിയുടേത്. പ്രാർത്ഥനകൾക്കായി ആ സമയത്ത് ആത്മീയ യാത്രയിലേക്ക്
ആയിരക്കണക്കിന് അപേക്ഷകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നത്. അതിനുള്ള മറുപടി കത്തുകളെല്ലാം സ്വയം എഴുതി ആ ജനങ്ങളുമായി ആത്മീയ ബന്ധം സുദൃഢമാക്കി തീർക്കുവാൻ ആ സുവിശേഷകന് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപയാണ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിച്ചു, റേഡിയോ നിലയത്തിലെ മൈക്കിന് മുമ്പിൽ ഇരുന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്, സംസാരിക്കുന്നത്. അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളോട് കൂടിയാണ്. ആ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകൾക്കും അത് അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടത്. ഓരോരുത്തരോടും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാനിവിടെ ഇന്ന് രാവിലെ നടന്ന പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ ഞാൻ സംസാരിച്ച അതിൻ്റെ ഒരു ശകലം, അത് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചായിരുന്നു. ഞാൻ എൻ്റെ ഓഫീസിലൊരു എൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു എഡിറ്റോറിയൽ ടീമുണ്ട്. ഈ ലൈവ് സംഭാഷണം ഞാൻ എഡിറ്റ് ചെയ്ത് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാത്രമെടുത്ത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ പ്രിയങ്കരനായ മമ്മൂട്ടി, നമ്മളോടൊന്നും പ്രതികരിക്കേണ്ടെന്ന യാതൊരു ആവശ്യവും അദ്ദേഹത്തിനില്ല. പക്ഷേ ഞാൻ യോഹന്നാൻ തിരുമേനിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞപ്പോൾ എന്നെ കുറെ നേരം ശ്ലാഘിക്കുവാനായിട്ട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. ഞാനിവിടുത്തെ മുറിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ മുതൽ ശ്രീമാൻ മമ്മൂട്ടി യോഹന്നാൻ തിരുമേനിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ഏതെങ്കിലും സമയത്ത് ഇവിടെ വരുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, ഇവിടെ നേരത്തെ രമേശ് ചെന്നിത്തല അവറുകൾ വളരെ മനോഹരമായി സംസാരിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായത്തിന്റെ ഏറ്റവും പ്രബലനായ ഒരു വ്യക്തി സ്വന്തം അച്ഛനൊരു അസുഖം വന്ന സമയത്ത് അതിന് അത്താണിയായി ആ രോഗത്തെ അതിജീവിക്കുവാൻ സഹായിച്ച ഒരു പ്രസ്ഥാനത്തോടുള്ള നന്ദി പ്രകടനം ഈ അവസരത്തിൽ നടത്തുകയുണ്ടായി. ചാട്ടുളി പോലെയുള്ള വാക്കുകൾ കൊണ്ട് മലയാളിയുടെ ആ മനസ്സുകളെ, ആ ശ്രോതാവെന്ന ക്ഷമതയെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറിലോസ് തിരുമേനി, അദ്ദേഹം എത്ര ആധികാരികവും ചടുലവും എത്ര മനോഹരവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ യോഹന്നാൻ തിരുമേനിയെ ഇങ്ങനെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഇനി സംസാരിക്കുവാൻ പോകുന്ന സിറിയക് തോമസ് സാറും അങ്ങനെ തന്നെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സഭയിലെ ആളുകൾ മാത്രമല്ല, ലോകത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി ഏക ശബ്ദത്തോടുകൂടി നിർഭയം തിരുമേനിയെക്കുറിച്ച് പറയുവാൻ എടുക്കുന്ന സമയവും അവസരവും എപ്പോഴും ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ജോസഫ് മാർത്തോമ വലിയ തിരുമേനി, അദ്ദേഹം ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ വന്ന സമയത്ത് ഞാൻ ഇവിടെ ബിഷപ്പുമാരെ വാഴിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്ന് വളരെ വലിയ നിലയിലാണ് ജോസഫ് മാർത്തോമ തിരുമേനി കെ പി യോഹന്നാൻ മെത്രോപ്പൊലീത്ത തിരുമേനിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചത്. സമാന്തര സഭയായിരുന്നിട്ട് പോലും ആത്മീയതയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഊഷ്മളമായ പെരുമാറ്റത്തെ എടുത്തു പറയാത്ത ആത്മീയത അറിയുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിനെ ആകർഷിക്കുന്ന സാമാന്യം മധുരവുമായ
ഭാഷയും ശൈലിയും കൊണ്ട് വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളും പല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ തിരുമേനി ഒരു കാലത്ത് ഉണ്ടാക്കിയ ട്രെൻഡിനെ ചുവടുപിടിച്ചാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വേദികളിലും ആത്മീയ യാത്രയെക്കുറിച്ച് പ്രധാനമായും പറയുന്നു. തിരുമേനി തുറന്നിട്ട ഒരു വഴിയുണ്ട്. ആ വഴി സാധാരണക്കാരന്റെ ഹൃദയത്തിൽ തട്ടുന്ന വഴിയാണ്. അവരുടെ മനസ്സുകൾ പോലും, കടലുകൾക്കപ്പുറമുള്ള മനുഷ്യരുടെ വേദനകൾ പോലും സ്വന്തം മനോവേദനയാക്കിയ മഹാനായ ഒരു ഗുരുവായിരുന്നു യഥാർത്ഥത്തിൽ യോഹന്നാൻ തിരുമേനി. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അത് ഈ കാണുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കൊണ്ട് മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല, സാധാരണക്കാരുടെ ഹൃദയവേദനകൾ ഒപ്പിയെടുക്കുവാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സ് പിൽക്കാലത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും തലവന്മാർ അത് അവലംബിച്ചുവെന്ന് നമുക്ക് പ്രത്യക്ഷമായി കാണുവാൻ സാധിക്കും. സുവിശേഷമായ വേലയെ വലിയ ആൾക്കൂട്ടത്തിലെത്തിക്കുവാനും അതാത് കാലത്തിന്റെ ജനമനസ്സുകളെ അറിഞ്ഞ് അതിന് ഏതൊക്കെ ഉപകരണങ്ങൾ, മാധ്യമങ്ങൾ അവലംബിക്കാമോ അതിന്റെ എല്ലാ സാധ്യതകളെയും തിരുമേനി പ്രയോജനപ്പെടുത്തുകയുണ്ടായി. നാൽക്കവലകളിലും ആൾക്കൂട്ടങ്ങളിലും മലയാളി കണ്ടുശീലിച്ച സുവിശേഷ പ്രസംഗ രീതിയെ അപ്പാടെ മാറ്റിമറിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ദൈവവചനം ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കേൾക്കുവാനുള്ള അവസരം അദ്ദേഹം ഓരോ വീടുകളിലും ഉണ്ടാക്കി. ആളുകൾ കാത്തിരുന്നു. ആത്മീയ യാത്ര കേൾക്കുവാനായി ഇരുന്നത് ബിലീവേഴ്സ്, വിശ്വാസികളായിട്ടുള്ള ആളുകളല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, എല്ലാ സമൂഹത്തിലുമുള്ള എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ ആ സമയത്ത് റേഡിയോ തുറന്നു വെക്കുകയും പിന്നെ TV തുറന്നു വെക്കുകയും പിന്നെ യൂട്യൂബ് തുറന്നു വെക്കുകയും പിന്നെ ഫേസ്ബുക്ക് തുറന്നു വെക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യവും കാലവുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ യാത്ര ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയായി രൂപം കൊണ്ട് ലോകത്തിന്റെ വെളിച്ചമായി നിൽക്കുകയാണ്. കുട്ടനാട്ടിലെ പട്ടിണിക്കാരായ ആളുകളിൽ നിന്നും ലോകമെമ്പാടും വലിയ അനുയായി വൃന്ദമുള്ള ഒരു വിശ്വാസ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാകുവാനുള്ള യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. പൂച്ചെണ്ടുകളും കല്ലേറുകളും ഒരുപോലെ ഏറ്റുവാങ്ങിയ ഒരു ജീവിതമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെത്. നമ്മളൊക്കെ ആത്മീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് വേട്ടയാടലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം തിരുമേനി തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ ഒരു സൗഹൃദ സംഭാഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹം സ്വകാര്യമായി എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു വേട്ട മൃഗത്തിന് മാത്രമേ വേട്ടയാടപ്പെടുന്നതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഒരു വേട്ട മൃഗത്തിന് മാത്രമേ വേട്ടയാടപ്പെടുന്നതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ആളുകൾ ഇങ്ങനെ നഖശികാന്തം, തലങ്ങും വിലങ്ങും, ഇല്ലാത്തതും അറിയാത്തതും മനസ്സിൽ ചിന്തിക്കാത്തതുമായ ആരോപണങ്ങളുടെ ശരങ്ങൾ ഇങ്ങനെ തൊടുത്തുവിടുമ്പോൾ അത് ഹൃദയത്തിലും ശരീരഭാഗങ്ങളിലും ഏറ്റ് മാധ്യമ വിചാരണകൾ നേരിട്ട് പൊതുസമൂഹത്തിന്റെ വേട്ടയാളുകളിൽ ഏറ്റ് ഇങ്ങനെ മുറിയുമ്പോൾ പലപ്പോഴും
ആ വേദന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ യഥാർത്ഥത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തിൻ്റെ ആത്മീയതയ്ക്ക് പുതുനിറവും ചാരുതയും നൽകിയ മഹാനായ ആ വ്യക്തിയെ തിരഞ്ഞിട്ട് ആക്രമിക്കുവാൻ ഒരു കാലത്ത് നമ്മുടെ സമൂഹം ശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ രാജ്യം ആത്മീയതയ്ക്ക് മുമ്പിൽ വെച്ച നിർഭാഗ്യകതയാണ്. നമുക്കറിയാം, ദൈവത്തെ അറിയാൻ വന്ന, ലോകത്തെ നയിക്കുവാൻ വന്ന ആളുകളെല്ലാവരും അവരുടെ മുറിവുകളെ നക്ഷത്ര ചിഹ്നങ്ങളാക്കിയിട്ടുള്ള ആളുകളാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ അവരെ ആരാധിക്കുവാൻ തുടങ്ങിയ സമൂഹമാണ്. സമകാലീനരായിട്ടുള്ള ജനങ്ങൾ വേട്ടയാടിയ ആത്മീയ പുരുഷന്മാർ ഒന്നല്ല, ചരിത്രത്തിൽ രക്തപങ്കിലമായി എത്രയോ ആളുകളുടെ ജീവിതം നമ്മൾ കാണുന്നു. അവിടെയാണ് ആത്മീയ വഴിയിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ജീവിതത്തിന്റെ പ്രത്യാശയിലേക്ക്, പുതുധാരയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ച മഹാനായ ഒരു ഗുരു നേരിട്ട ജീവിത പ്രതിസന്ധികൾ, അതൊക്കെ അടുത്തുനിന്ന് കാണുവാൻ പലപ്പോഴും അവസരം ഉണ്ടായ വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷെ ആ സമയങ്ങളിലെല്ലാം കരുത്തായി ഇവിടെ ഇരിക്കുന്ന മഹതിയായ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, അദ്ദേഹത്തിന്റെ മകൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഭയിലെ 17ഓളം ബിഷപ്പുമാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന യുവതയുടെ പ്രതീകമായ വൈദിക ശ്രേഷ്ഠന്മാർ, ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ്, ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ, അവർ കയ്യും മെയ്യും മറന്ന് ആ മഹാമനീഷിയുടെ ആ താപസയാത്രയുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എണ്ണപ്പെടുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായി ഈ സഭയ്ക്ക് മാറുവാൻ സാധിച്ചത്. പ്രാദേശികമായ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ അതിൽ ആകൃഷ്ടനായി ദൈവവഴിയിൽ എത്തിയ ഒരു മാർത്തോമ സഭയുടെ വിശ്വാസിയായ ഒരു ചെറുപ്പക്കാരൻ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച് പമ്പയും മണിമലയാറും കൈവഴികളാൽ അതിരിടുന്ന നിരണമെന്ന ഒരു കൊച്ചു പ്രദേശത്തു നിന്നും ആത്മീയ തേജസ്സായി വളർന്നത് തികച്ചും ദൈവനിയോഗമാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് സാധാരണക്കാരനായി ജീവിച്ചു. ഇപ്പോ പോപ്പ് ഫ്രാൻസിസിന്റെ വിയോഗം നടന്നിട്ട് ദിവസങ്ങൾ മാത്രമാണ്. അദ്ദേഹം 1999 മേജർ ആർച്ച് ബിഷപ്പാകുന്ന സമയത്ത് അദ്ദേഹം തന്റെ വസതി ഉപേക്ഷിച്ച് ഒരു കൊച്ചു വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറയുന്നു. ലോകത്തിന് നൽകുന്ന സന്ദേശമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ചില ആളുകളുമായിട്ട് സംസാരിക്കുവാൻ ഇടവന്നു. അപ്പൊ അവർ പറയുകയുണ്ടായി, തിരുമേനി ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഓരോ ദിവസവും ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹം നടന്ന് ഇവിടെ തൂപ്പുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോടും ഇവിടെയുള്ള കുഞ്ഞുകുട്ടി പരാധീനങ്ങളോടുമൊക്കെ കുശലങ്ങൾ നടത്തി അവരോട് സന്തോഷം പറഞ്ഞ് അവരോട് സ്നേഹം പങ്കുവച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഏറ്റവും സിമ്പിളായി ജീവിക്കുവാൻ ആഗ്രഹിച്ച ഒരു ആത്മീയ പുരുഷനായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം. സ്വജീവിതത്തിൽ അത്രയും കൂടുതൽ കഷ്ടപ്പാടുകൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടായി, അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം സാധാരണക്കാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ എന്നും ഔത്സുക്യം കാണിച്ചത്. ഡാളസിലെ ഒരു പള്ളിയിൽ പുരോഹിതനായി സേവനമനുഷ്ഠിച്ചുകൊണ്ട് കേരളത്തിൽ 80കളുടെ തുടക്കത്തിൽ അദ്ദേഹം തിരിച്ചിവിടെ എത്തുമ്പോൾ തിരുവല്ല കേന്ദ്രീകരിച്ച് ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ച് പ്രവർത്തിക്കുമ്പോൾ കാലത്തിന്റെ മാറ്റത്തെ ഏറെ മുമ്പേ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് തിരുമേനിയെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച മഹാമനീഷി എന്ന് നമുക്ക്
വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നത്. ലോകത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയും ആ കാലഘട്ടത്തിൽ ഈ തിരുവല്ല എന്ന പ്രദേശത്തിന് മുകളിൽ ശ്രദ്ധയോടുകൂടി നിന്ന ഒരു കാലഘട്ടം നമ്മൾ യഥാർത്ഥത്തിൽ കാണുകയുണ്ടായി. ആ വാക്കുകൾ, ആ ഉൾക്കാഴ്ച ഒക്കെ സത്യമായി. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇവിടെ വന്ന് കാണുന്ന ആളുകൾ ഡൽഹിയിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. നമ്മുടെ സഭയുടെ പുതിയ പരമാധ്യക്ഷനെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് ഡൽഹിയിൽ അദ്ദേഹത്തിന് ഓണർ ചെയ്യുന്ന സമയത്ത് ഡൽഹിയിലെ പൊതുസമൂഹത്തിന്റെ ഒരു പരിച്ഛേദം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവിടെ വന്ന് തിരുമേനിയെ അനുസ്മരിക്കുകയും പുതിയ അധ്യക്ഷനെ സ്വാഗതം ചെയ്യുകയുമുണ്ടായി. ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ബിഷപ്പ് തിരുമേനി യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ് സുവിശേഷ പ്രവർത്തനമെന്ന് സുവിശേഷത്തിന്റെ ചരിത്രം മാറ്റിയെഴുത്ത വ്യക്തി. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ തിരുമേനിക്ക് മുമ്പും ശേഷവുമെന്ന് എഴുതപ്പെടുന്ന രീതിയിൽ ചരിത്രത്തെ പുഷ്കലമാക്കിയ സൂര്യഭാസുരമായ തേജസ്സിന്റെ ആത്മീയ അധികാരി. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ജീവകാരുണ്യ രംഗത്ത് നൽകിയ സംഭാവനകളെന്ന് പറയുന്നത് വലിയ ശ്രദ്ധേയമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ജീവകാരുണ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ചെങ്കിലും പ്രവർത്തിക്കുവാൻ, പ്രത്യേകിച്ചും പരമ്പരാഗതമായ ആയുർവേദ സിദ്ധ ചികിത്സാ സമ്പ്രദായങ്ങളുടെ പേരിൽ ഞങ്ങൾക്കും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അതിനെയും ഞാൻ വളരെ വിലയോടുകൂടി കാണുന്നു. ഇവിടെയും അതുപോലെ കോന്നിയിലുമൊക്കെയുള്ള നമ്മുടെ ആശുപത്രികളോട് ചേർന്ന് ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളും കൂടി പങ്കാളിത്തം വഹിക്കുവാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ, അതിൽ ഞങ്ങളെ ചേർക്കുവാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സായി ഞാൻ കാണുന്നു. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ എത്തിയിട്ടില്ലാത്ത 1000-ലധികം ഇന്ത്യൻ ഗ്രാമങ്ങളിലായി ബിലീവേഴ്സ് സഭ നടത്തുന്ന പല പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാകുവാൻ ചിലയിടങ്ങളിലൊക്കെ ഞങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. സാമൂഹിക സേവന രംഗത്ത് ആർക്കും ഏതൊരാൾക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന ചാലകശക്തിയായിരുന്നു യഥാർത്ഥത്തിൽ തിരുമേനി. ഒട്ടനവധി നിരന്തരമായ പദ്ധതികൾ, നിർധരരായ കുട്ടികൾക്ക് ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, തെരുവിൽ അലയുന്ന മക്കൾക്ക് പുനരധിവാസ കേന്ദ്രങ്ങൾ, പ്രകൃതിക്ഷോഭത്തിൽ കിടക്കാടം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷയറ്റുപോയ ആളുകൾക്ക് വീട്, കടലിന്റെ മക്കൾക്ക് ബോട്ട്, സ്വയം തൊഴിൽ, സഹായ പരിശീലന കേന്ദ്രങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പറഞ്ഞാൽ തീരാത്ത ആശയങ്ങൾ ആ ചിന്താധാരകളിലൂടെ കടന്ന് പ്രാവർത്തികമാക്കപ്പെട്ടു. ലാളിത്യവും സ്നേഹവും വ്യക്തിബന്ധങ്ങളും എക്കാലത്തും സൂക്ഷിച്ച പ്രിയപ്പെട്ട തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കും. അതുപോലെ തന്നെ തിരുമേനി കൊളുത്തി തീർത്ത നമ്മുടെ കയ്യിൽ തന്ന ഈ ദീപശിഖ, അത് ഏറ്റവും അർഹിക്കുന്ന കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വിനയത്തോടെ, ഏറെ ശ്രേഷ്ഠതയോടെ, ദൈവീകമായ കാഴ്ചപ്പാടോടുകൂടി പുതിയ അധ്യക്ഷന് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെയും സാധാരണക്കാരായ ആളുകളെയും രാജ്യത്തിന്റെ ആത്മീയ സമൂഹത്തെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മുഖാമുഖം കാണുവാൻ സാധിക്കുന്നു എന്ന് കാണുന്നത് ആ മഹാനുഭാവന്റെ പ്രാർത്ഥനയാണ്. ആ ശിഷ്യത്വം അങ്ങയ്ക്ക് ഉത്തരോത്തരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ഈ ഭാരതത്തിന്റെ ആത്മീയതയെ പുഷ്കലമാക്കിയ ആ മഹാനുഭാവന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളോടും എൻ്റെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട്, സിജോ അച്ഛനോട്, അതുപോലെ മറ്റു തിരുമേനിമാരോട്, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഇപ്പോൾ അവിടുത്തെ ബിഷപ്പായിരിക്കുന്ന സിൽവാനിയോസ് തിരുമേനിയോട്,
എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.